നമസ്കാരം. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെയുള്ള പീഡനക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അതിജീവിത. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായുള്ള തന്റെ ബന്ധം പറഞ്ഞ് പ്രശോഭ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് യുവതി വെളിപ്പെടുത്തുന്നത്. ഷാഫി പറമ്പിൽ തന്റെ ആശാനാണെന്നും MLA-യുമായും MP-യുമായും തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞും പ്രതി ഭയപ്പെടുത്തിയെന്നാണ് അതിജീവിതയുടെ മൊഴി. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച കേസിലെ പ്രതിയായ പ്രശോഭ് സി വത്സൻ തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കുവാൻ ശ്രമിച്ചതായിട്ടാണ് സൂചന. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തന്നെ പലയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയായപ്പോൾ നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തുവാൻ ശ്രമിച്ചുവെന്നും യുവതി ആരോപിച്ചു. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഷാഫി പറമ്പിൽ എന്റെ ആശാനാണ്. എല്ലാ നേതാക്കളും എന്റെ കയ്യിലാണ് എന്ന് പ്രശോഭ നിരന്തരം പറഞ്ഞിരുന്നതായി അതിജീവിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഭയം കാരണമാണ് താൻ ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ പ്രതിയായ പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ കേസ് അട്ടിമറിക്കുവാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. നിലവിൽ ഒളിവിലുള്ള പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങവേ പാലക്കാട് നഗരസഭാ കൗൺസിലർക്കെതിരെയുള്ള പീഡനാരോപണം രാഷ്ട്രീയ ആയുധമാക്കുവാൻ നീക്കം നടക്കുന്നതായാണ് അണികൾ പറയുന്നത്. ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേരുകൾ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ബോധപൂർവമാണെന്ന് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. വർഷങ്ങൾ പഴക്കമുള്ള പരാതി തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മാത്രം പുറത്തുവന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്നാണ് അണികളുടെ പക്ഷം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുള്ള ഷാഫി പറമ്പിലിനെയും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെയും പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ പൊങ്ങി വന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അണികൾ വാദിക്കുന്നത്. ഇത്രയും കാലം നൽകാതിരുന്ന പരാതി ഇപ്പോൾ എങ്ങനെ വന്നു? ഈ ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നത്. പ്രതിയായ പ്രശോഭ് സി വത്സനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴും ഉന്നത നേതാക്കളുടെ പേര് വെളിപ്പെടുത്തിയ അതിജീവിതയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ തിരക്കഥയെന്നാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെയും രാഹുലിന്റെയും ജനപിന്തുണ തകർക്കുവാനുള്ള അവസാനവട്ട ശ്രമമാണിതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകളെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും UDF നേതൃത്വം വ്യക്തമാക്കുന്നു. ഇതിനിടെ പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ വടകര MP ഷാഫി പറമ്പിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നു. തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ചു പോരാടുന്ന നായകനാണ് ഷാഫി എന്ന് രാഹുൽ തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ വ്യക്തമാക്കി. എതിരാളികൾ ഷാഫിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ വൈകാരികമായ പോസ്റ്റ് ചർച്ചയാവുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കും തോറും വീര്യം കൂടുന്നൊരുത്തൻ, ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കും തോറും ജനം ചേർത്ത് പിടിക്കുന്നൊരുത്തൻ. ഷാഫി പറമ്പിൽ, ഇതാണ് രാഹുൽ പങ്കുവച്ച ആ വാക്കുകൾ. പോസ്റ്റിനൊപ്പം ഷാഫി പറമ്പിൽ ജനക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങുന്ന ദൃശ്യങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. ആ സമയത്തെല്ലാം രാഹുലിന് ശക്തമായ പിന്തുണയുമായി ഷാഫി പറമ്പിൽ ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫിക്കെതിരെ എതിർപക്ഷത്തു നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്റെ രാഷ്ട്രീയ ഗുരുവും സുഹൃത്തുമായി ഷാഫിക്ക് അതേ രീതിയിൽ തന്നെ രാഹുലും കരുത്തു പകരുകയാണ്. ഇരുവരും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള സൗഹൃദവും രാഷ്ട്രീയ ബന്ധവും അണികൾക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്.